മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ ബിജെപിയിലേക്ക് ക്ഷണിച്ച് പത്മജ വേണുഗോപാൽ തന്റെ പിതാവ് കെ കരുണാകരനോട് കാണിച്ച അനീതി സുധാകരനോടും കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്നുവെന്നും പത്മജ. ഫേസ്ബുക്ക് പോസ്റ്റ് സുധാകരൻ അറിയാതെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഫേസ്ബുക്ക് പോസ്റ്റ് താൻ എഴുതിയതാണെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ സുധാകരന്റെ മറുപടി. കലങ്ങി മറിഞ്ഞ് കോൺഗ്രസ് രാഷ്ട്രീയം. കെ സുധാകരൻ പൊട്ടിച്ച ബോംബിൽ അടിമുടി കുലുങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. അതിനിടയിലാണ് മറ്റൊരു തലവേദന കൂടി നൽകി പത്മജ വേണുഗോപാൽ രംഗത്തു വന്നത്. കെ സുധാകരനെ ബിജെപിയിലേക്ക് ക്ഷണിക്കുകയാണ് പത്മജ ചെയ്തത്. സംസ്ഥാന കോൺഗ്രസിൽ ചില നേതാക്കളുടെ ഏകാധിപത്യ ഭരണമാണെന്നും പ്രമുഖ നേതാക്കളെ വരെ ഒതുക്കാനായി ഇവർ ശ്രമിക്കുകയാണെന്നും തുറന്നടിച്ച പത്മജ തന്റെ പിതാവ് കെ കരുണാകരൻ ഈ വിധം അനീതികൾ ഒരുപാട് നേരിട്ടിരുന്നുവെന്നും ആ വിധം അനീതിയാണ് കെ സുധാകരനും നേരിടുന്നതെന്നും കൂട്ടിച്ചേർത്തു. സുധാകരനെ വഴിയാധാരമാക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ലെന്നും നിരവധി പേർ ചില നേതാക്കളുടെ ഏകാധിപത്യ വാഴ്ചയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരാൻ കാത്തു നിൽക്കുകയാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ കരുണാകരനോട് ചില കോൺഗ്രസ് നേതാക്കൾ കാണിച്ചത് ഒരിക്കലും പൊറുക്കാനാവാത്ത അനീതിയാണ്. തൃശൂരിലെ തോൽവിയിൽ മരണം വരെ അദ്ദേഹത്തിന് വേദനയായിരുന്നു. കോൺഗ്രസ് ഉണ്ടാക്കിയ കെ കരുണാകരന്റെ മകളോട് പോലും ഈ വിധത്തിൽ ക്രൂരത കാണിക്കാമെങ്കിൽ കെ സുധാകരനെ ഇങ്ങനെയൊക്കെ അവഗണിക്കാനും തകർക്കാനും ശ്രമിക്കുന്നതിൽ എന്താണ് അതിശയം? കെ സുധാകരനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ ബിജെപിയിലേക്ക് വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പത്മജ തുറന്നടിച്ചിരുന്നു. ഇതിനു മുൻപ് കോൺഗ്രസ് നിലപാടുകൾ മടുത്താൽ ഞാൻ ബിജെപിയിലേക്ക് പോകുമെന്ന വിധത്തിൽ കെ സുധാകരൻ പൊട്ടിത്തെറിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയിരുന്നത്. അന്ന് ദേശീയ നേതാക്കൾ ഇടപെട്ട് അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയായിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ അദ്ദേഹവുമായി ബോധപൂർവം അകൽച്ച നിലനിർത്തുകയായിരുന്നു. കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ അംഗീകരിക്കാൻ സതീശൻ തയ്യാറായില്ല. മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ പോലും ഇരുവരും അധിക്ഷേപ സ്വരത്തിൽ പെരുമാറിയ കാഴ്ചകളും ഏറെയാണ്. എന്തുതന്നെയായാലും മാറിയ സാഹചര്യത്തിൽ ബിജെപിയിലേക്ക് പോകാൻ സുധാകരൻ സന്നദ്ധനല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റും വ്യക്തമാക്കുന്നത്. കണ്ണൂരിലെ രക്തസാക്ഷികളെയും ത്രിവർണ പതാകയുടെ പോരാട്ട വീര്യത്തെയും ആ പോസ്റ്റിൽ അദ്ദേഹം വൈകാരികമായി അനുസ്മരിക്കുന്നുണ്ട്. എന്നാൽ ചില നേതാക്കൾ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ച് അദ്ദേഹത്തെ ബിജെപിയിൽ തന്നെ എത്തിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം സുധാകരൻ ഉയർത്തിയ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾക്ക് സംസ്ഥാനത്തെ ചില നേതാക്കൾ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ. അതേസമയം കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ പ്രതികരണങ്ങൾ കെ സുധാകരനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല എന്നും അതിനെക്കുറിച്ച് സുധാകരന് അറിയില്ലെന്നുമായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം ജി സുധാകരൻ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ പ്രതിരോധത്തിലായ CPM സമാന്തരമായി മറ്റൊരു സുധാകരന്റെ വിഷയം ഉണ്ടാക്കുകയാണ്. ഈ വിധത്തിലാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രതികരണം. MP-മാർ വെള്ളിയാഴ്ചകളിൽ നാട്ടിലേക്ക് മടങ്ങാറുണ്ട്. അതുപോലെയാണ് സുധാകരനും കണ്ണൂരിലേക്ക് മടങ്ങിയത്, അല്ലാതെ പാർലമെന്റ് ബഹിഷ്കരിച്ചതല്ല എന്ന വിധത്തിൽ കെ സുധാകരൻ ഉയർത്തിയ പ്രതിഷേധത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. കെ സുധാകരന്റെ പ്രതികരണങ്ങൾ കണ്ണൂരിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് അതിനെയെല്ലാം ലഘൂകരിക്കുന്ന വിധത്തിൽ വി ഡി സതീശൻ രംഗത്തെത്തിയത്. അതിന് ശക്തമായ മറുപടിയാണ് സുധാകരൻ നൽകിയത്. ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സുധാകരന് അറിയില്ലെന്ന് പറഞ്ഞ സതീശൻ മറ്റാരോ എഴുതി നൽകിയതാണ് അതെന്ന വിധത്തിൽ മുനവച്ച പ്രതികരണമാണ് നടത്തിയത്. അതിന് മറുപടിയായി ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത് താൻ തന്നെയാണെന്നും അതിൽ പറഞ്ഞതെല്ലാം ശരിയാണെന്നും സുധാകരൻ തിരിച്ചടിച്ചത് വി ഡി സതീശന് കനത്ത ആഘാതമായി മാറി. താൻ കണ്ണൂരിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണെന്ന് തന്നെയാണ് സുധാകരൻ ആവർത്തിക്കുന്നത്. അണികളുടെ ഭാഗത്ത് നിന്ന് അതിനായി വലിയ സമ്മർദ്ദമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പൊതുപരിപാടികളിൽ നിന്നും പാർട്ടി യോഗങ്ങളിൽ നിന്നും എല്ലാം വിട്ടുനിന്ന് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ് സുധാകരൻ. അതേസമയം ദേശീയ നേതാക്കൾ ഇടപെട്ട് നടത്തുന്ന അനുനയ നീക്കങ്ങളോട് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നുമില്ല. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ പാർട്ടിക്കുള്ളിലെ അടിയൊഴുക്കുകൾ കോൺഗ്രസ് അണികളെയും സമ്മർദ്ദത്തിലാഴ്ത്തുന്നുണ്ട്. അദ്ദേഹത്തെ ബിജെപിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പത്മജ വേണുഗോപാലിനെ പോലെയുള്ളവർ നടത്തുന്ന നീക്കങ്ങൾക്ക് രാഷ്ട്രീയ പ്രസക്തിയേറുന്നത് ഈ സാഹചര്യത്തിലാണ്.